ഈ ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ സീറോയിൽ നിന്ന് ഹീറോ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ചാപ്റ്റർ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കാത്തവരാണെങ്കിൽ ആ ചാപ്റ്റർ പ്രോപ്പറായിട്ട് പെട്ടെന്ന് പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അതിന് ഏറ്റവും ബെസ്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ എന്താണ്, ഈ ചാനലിലെ പ്ലേലിസ്റ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഓണം എക്സാമിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെ വൺ ഷോട്ടിൻ്റെ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. പോയി എടുക്കുക, 2x ഇടുക, 2 മണിക്കൂർ ലൈവ് 1 മണിക്കൂറിൽ കണ്ടു തീർക്കുക. ഇന്ന് മുതൽ തുടങ്ങിക്കോ. മാക്സിമം രാത്രി വരെ ഇരുന്നിട്ടോ രാവിലെ ഇരുന്നിട്ടോ മാക്സിമം ചാപ്റ്റർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വൺ ഷോട്ട് കണ്ട് പഠിച്ച് തീർക്കുക. എന്തെങ്കിലും മനസ്സിലാവാത്ത ടോപ്പിക്സ് ഉണ്ടെങ്കിൽ വിടുക, അത് പിന്നീട് പഠിച്ചാൽ മതി. മനസ്സിലാവുന്ന കാര്യങ്ങൾ വേഗം പഠിച്ച് ചാപ്റ്ററിന്റെ ബേസിക്സ് ആക്കുക. അപ്പം തന്നെ നിങ്ങളുടെ പരീക്ഷയിൽ ഓൾമോസ്റ്റ് വരാൻ പോകുന്ന 60-70% ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. കാരണം എത്ര ടഫായിട്ടുള്ള പരീക്ഷ ആണെങ്കിലും ഓൾമോസ്റ്റ് 60-70% എന്തായിരിക്കും, ഈ ബേസിക് കാര്യങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി വൺ ഷോട്ട് കണ്ടവരാണെങ്കിൽ അല്ലെങ്കിൽ ചാപ്റ്റർ ബാച്ചിൽ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഓരോ എക്സാമിൻ്റെ തലേന്നുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവിൽ വരണം. അതിൽ മാക്സിമം ചോദ്യങ്ങൾ ചെയ്യുക. ഓക്കെ, എന്ന് മാത്രമല്ല നിങ്ങൾ വൺ ഷോട്ടിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, അതൊന്ന് അതേ ദിവസം തന്നെ എടുത്ത് റിവൈസ് ചെയ്യുക. കാരണം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്ന നല്ലതാണ്, പക്ഷെ ഒന്നും കൂടി ഒരു ടോപ്പിക്ക് പോലും വിട്ടു പോയിട്ടില്ലോ എന്ന് ഉറപ്പാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ആ വൺ ഷോട്ടിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ബാച്ചിൻ്റെ നോട്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നോട്ട് സ്കൂളിലെ നോട്ട്സ് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അതൊന്നും നോക്കി പോകണം. ഓക്കെ, അതിനോട് ചോദ്യങ്ങൾ മാത്രം ചെയ്തിട്ട് പരീക്ഷയിൽ തലേന്ന് പോകരുത്. ഇതൊക്കെ ചെയ്താൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷയുടെ രാവിലെ കുത്തിയിരുന്നിട്ട് ആ ചെയ്ത കാര്യങ്ങൾ മാത്രം, പുതിയ കാര്യങ്ങളൊന്നുമല്ല, ചെയ്ത കാര്യങ്ങൾ മാത്രം ഒന്നും കൂടി റിവൈസ് ചെയ്യണം. അതിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളാണോ, നിങ്ങൾ തലേ ദിവസം വന്നിട്ട് ഷുവർ ക്വസ്റ്റ്യൻസിൽ FE/MA എന്നൊക്കെ പഠിച്ചു, പക്ഷേ പരീക്ഷ ഹോളിരിക്കുമ്പോൾ ആ FE/MA നിങ്ങളുടെ തലയിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് പഠിച്ചത്, വെറുതെയാണ്. അത് ഓർമ്മ വരണമെങ്കിൽ രാവിലെ റിവിഷൻ ചെയ്യേണ്ടത് വളരെ അനിവാര്യമായുള്ള കാര്യമാണ്. അപ്പോൾ രാവിലെ റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ പഠിക്കുകയല്ല, പഠിച്ച കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കിയിട്ട് പോവുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. സിമ്പിൾ ആണെങ്കിലും ഈസി അല്ല, ഡിഫിക്കൽട്ടാണ്. കാര്യം സിമ്പിളാണ്, പക്ഷെ നടത്തുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. പക്ഷെ അത് നടത്താൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു സംശയമില്ല, 0 to ഹീറോ തന്നെയായിരിക്കും നിങ്ങൾ. കൂടുതലൊന്നും പറയുന്നില്ല, അടിച്ച് പൊളിച്ച് പഠിക്കുക. എല്ലാ എക്സാമിൻ്റെ മുൻപ് നമ്മുടെ ഈ ചാനലിൽ അതിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവ് ഉണ്ടാകുന്നതായിരിക്കും. +1 നിങ്ങൾ എക്സാമിന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഷുവർ ക്വസ്റ്റ്യൻ ലൈവ്. വന്ന് കുത്തിയിരിക്കുക, പഠിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ലൈവിൽ കാണാം.